ശ്യാം, എന്താടാ വിളിച്ചാ വന്നൂടെ? അതിന് ഞാൻ നിന്റെ ചെലവിലല്ലോ ജീവിക്കുന്നത്. വെറുതെ വെറും നൈറ്റിൽ ചൂടാവാതെ. എടാ മോനെ ശ്യാമസുന്ദരോ, സ്വപ്നം കാണാൻ തുടങ്ങിയാൽ ആ ശപ്പൻ സുരേഷിനെ വെറുതെ വിടുമോ? അവന്റെ കൈക്ക് നല്ല കരുത്താ. കൈക്ക് കരുത്തുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പുല്ലിനെ എനിക്ക് പേടിയില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടലാലേ, സംഗതി ലെവല് വിട്ടിരിക്കുക. വാ. Madam, this way please. ഉത്തരവ് പോലെ ഇതാ ഏകാന്തമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു. ഇനി എന്താ വേണ്ടതെന്ന് ആജ്ഞാപിച്ചാൽ? എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നാണ് പോരാൻ നേരത്തെ കരാറ്. ഈ ഉള്ളവൻ വാക്ക് മാറാറില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. എങ്കിലേ ആ മരത്തിന്റെ കീഴെ ഒരല്പനേരം തലകുത്തി നിൽക്കണം. അതിനെന്താ? വേണ്ട ഷാ, വേണ്ട വേണ്ട. നീ ആവശ്യപ്പെട്ടതല്ലേ വേണം. ഞാൻ തമാശ പറഞ്ഞതല്ലേ. തമാശയായാലും കാര്യമായാലും ഞാൻ പറഞ്ഞ വാക്ക് വാക്കാണ്. ദൈവം വന്ന് പറഞ്ഞാൽ പോലും ഞാൻ കൊടുത്ത വാക്ക് മാറാറില്ല. ഞാനാണ് പറയുന്നത്. നോ, വേണ്ട പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, എനിക്കിപ്പോ ദൈവത്തെക്കാൾ വലുത് നീയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും. കുറച്ചു കാലമൊക്കെ അനുസരിക്കും. കുറച്ചു കാലമോ? അതെ, എന്റെ താലി നിന്റെ കഴുത്ത് വീഴുന്നത്. അതിനുശേഷം പലിശ സഹിതം തിരിച്ചു തരും. പിന്നെ പിന്നെ അതിന് വേറെ പെണ്ണിനെ നോക്കിക്കോ. ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു പെണ്ണിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ, നിന്നെ. നിന്നെ മാത്രം നോക്കി ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. എന്തിനാണ് ശ്യാം എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നത്? വീണ്ടും പുനർജനിക്കുക. അടുത്ത ജന്മത്തിലും നമ്മളിങ്ങനെ അടുപ്പമാകാം. ഇനിയും സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ സ്വപ്ന. ഞാൻ ഇന്നലെ അച്ഛനും അമ്മയ്ക്കും എഴുതി. എന്തെന്ന്? സിംഗപ്പൂരിലുള്ള അച്ഛനും അമ്മയും വായിച്ചറിയുവാൻ എഴുതുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ പ്രിയപുത്രൻ ശ്യാം ഒരു പെണ്ണ് മൂലം അപകടകരമായ നിലയിലാണ്. അപകടമോ? അതെ, അപകടം പെണ്ണിനല്ല. പെണ്ണിന്റെ ചേട്ടൻ ഒരു മുരടനാണ്. അവന്റെ കയ്യിൽപ്പെട്ട് പ്രിയപുത്രന്റെ എല്ലുകൾ കേടാവും മുൻപ് വേണ്ടത് ചെയ്യുക. എന്റെ ചേട്ടൻ നല്ലവനാ. അല്പം പേടിക്കണമെന്ന് മാത്രം. സുരേഷ് ഇന്ന് സ്പോർട്സിന് പോയില്ലായിരുന്നെങ്കിൽ നീ സമ്മതിച്ചാലും നിന്നെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കും. എത്ര നാളത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു? നീ ഒന്ന് കനിയ. വേണമെങ്കിൽ കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കും. ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, നൂറ്റാണ്ടുകൾ, യുഗങ്ങൾ. ഏത് സ്വപ്നയുടെ ഇത്? നിന്റെ പുന്നാര പെങ്ങളെ. പെങ്ങളെ അവന്റെ കൂടെ കുഴഞ്ഞാടാൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ ചിലതെല്ലാം ഉണ്ടാകുന്നു. ആദ്യം സംഭവം നേരാണോ എന്ന് അളിയൻ അന്വേഷിക്കണം. നേരാണെങ്കിൽ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ടല്ലോ.
സ്പോർട്സ് ഹെറാൾഡിൽ ചേട്ടന്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ എന്റെ പേര് ശ്യാം. അറിയാം. വരൂ. സ്വപ്നയുടെ അമ്മയാണ് ഞാൻ. അറിയാം. എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സ്വപ്നയുടെയും സുരേഷിന്റെയും കൂടെ അമ്മ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അമ്മയ്ക്ക് മനസ്സിലായോ? നിന്നെ കുറിച്ച് എല്ലാം അമ്മയ്ക്കറിയാം. ആട്ടെ, എന്നെ പല കുറി കണ്ടിട്ടും നീ എന്താ എന്നോട് സംസാരിക്കാതിരുന്നേ? അത് എന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ആകാമെന്ന് കരുതി. അതെന്താ? സ്വപ്നയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓഹോ, ശ്യാമിന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരാണല്ലേ? അതെ, ഞാനും അവിടെയായിരുന്നു. ഞാൻ നാട്ടിൽ പഠിക്കുന്നതാണ് ഡാഡിക്ക് ഇഷ്ടം. എനിക്കും അതാണ് ഇഷ്ടം. അതാണ് ഞാൻ മാത്രം ഇവിടെ. പഠിക്കാൻ വന്നിട്ട് അത് പൂർത്തിയാക്കാതെ ശ്യാം പ്രേമിക്കാൻ നടക്കുന്നത് ശരിയാണോ? മമ്മി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് സ്വപ്നയെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഐ വാണ്ട് ഹെർ. ഐ ലവ് ഹെർ. പ്ലീസ്. സുരേഷ്, എന്താ അമ്മേ? മിസ്റ്റർ ശ്യാം നമ്മുടെ സ്വപ്നയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്ക് ശ്യാമിനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ അനുജത്തിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ ഞാൻ വരട്ടെ. മോനിരിക്കെ, അമ്മ കാപ്പി കൊണ്ടുവരാം. എന്താടാ ചന്ദനക്കുറിയും തൊട്ട് ഭക്തവേഷവും ചമഞ്ഞ് നീ എന്റെ അമ്മയെ ചാക്കിലാക്കിയല്ലേ? അതെ അളിയ. എന്താ വിളിച്ച? അളിയൻ. അമ്മേ. ഏതായാലും കാര്യങ്ങളെല്ലാം ഇത്ര അനുകൂലമായി തിരിയുമെന്ന് ഞാൻ കരുതിയില്ല. നാം സ്നേഹിച്ചതല്ലേ ഉള്ളൂ, മറ്റു തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഹായ് സുരേഷ്. അടുക്കുന്നതെല്ലാം കൊള്ളാം, ഇങ്ങനെ നടക്കുന്നതും കൊള്ളാം. പക്ഷെ ഇടയിൽ ഇത്രയും സ്ഥലം വിട്ടേക്കണം. കല്യാണം കഴിയുന്നവരെ എന്റെ മോട്ടോർ ബൈക്കിന് കടന്നു പോകാൻ. കേട്ടോടി? കേട്ടു. വ്യാഴാഴ്ച രാത്രി മറക്കരുത്. എന്താ? എന്റെ ബർത്ത്ഡേ. ഓ, അഥവാ മറന്നാലും ഓർമ്മപ്പെടുത്താൻ തന്റെ ഏജന്റ് ഉണ്ടല്ലോ വീട്ടിൽ.